الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ബഹുമാന്യരായ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിലെ എല്ലാ രംഗത്തും അവനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ജോലികളിൽ, ആയുസ്സിൽ, കുടുംബത്തിൽ, സമ്പത്തിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾ പലരും പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരന്റെ ഒരു മകൻ കോഴിക്കോട് സ്വദേശി ഇന്ന് ഒരു അപകടത്തിൽ മരണപ്പെട്ടുവെന്ന വാർത്ത അല്പം മുമ്പ് ലഭിച്ചു. പടച്ച റബ്ബ് ആ സഹോദരന്റെ ബർസഖി ജീവിതവും പരത്രിക ജീവിതവും എല്ലാം സന്തോഷപൂർണമാക്കി മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വിശുദ്ധ റമദാനിലേക്ക് കടക്കാൻ ആയുസ്സിൽ ഒരിക്കൽ കൂടെ നമുക്ക് മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നതാണ് റമദാനിലേക്ക് എത്തണമെന്നത്. പക്ഷെ ആഗ്രഹിച്ച എല്ലാവർക്കും ആ ഒരു അവസരം ലഭിക്കാറില്ല. വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്
നന്മകളുടെ അവസരങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത്. ഒരാൾ ഉംറയ്ക്ക് പോകുന്നു എന്ന് കേട്ടാൽ വല്ലാത്ത സന്തോഷമാണ് നമുക്കെല്ലാവർക്കും. ഹജ്ജിന് പുറപ്പെടുന്നു എന്നറിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. മക്കയിലെത്തുക, മദീനയിലെത്തുക എന്നതൊക്കെ വിശ്വാസി ഏറെ ആഗ്രഹിക്കുന്ന, എന്നും ഏറെ കൊതിയോടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അവന്റെ സ്വപ്നങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. അതുപോലെ തന്നെയുള്ള ഒരു അവസരമാണ് വിശുദ്ധ റമദാനിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത്. ഒട്ടനവധി സവിശേഷതകളാൽ ഏറെ മഹത്വങ്ങൾ കൽപ്പിക്കപ്പെട്ട മാസമാണല്ലോ റമദാൻ എന്നത്. റമദാൻ ഒന്നാമതായി തൗബയുടെ മാസമാണ്. എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുന്നതാണ് റമദാൻ എന്ന വാക്ക് തന്നെ അർത്ഥമാക്കുന്നത്. അതോടൊപ്പം ഷഹ്റുർ റഹ്മ, കാരുണ്യത്തിന്റെ, ഇത്ഖിന്റെ, പാപമോചനത്തിന്റെ എല്ലാം മാസമാണ് റമദാൻ. അനേക ലക്ഷം മനുഷ്യന്മാർക്ക് ഓരോ ദിവസവും നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് മോചനം നൽകുമെന്നാണ് റമദാൻ മാസത്തിൽ. അഥവാ റബ്ബ് അവർക്ക് നരകമുണ്ട് എന്ന് തീരുമാനിച്ച ആളുകൾ, ഞാൻ മഗ്ഫിറത്ത് നൽകുകയില്ല എന്ന് റബ്ബ് തീരുമാനിച്ച ആളുകൾ, അത്തരം ആളുകൾക്ക് പടച്ച റബ്ബ് ഔദാര്യമായി മാപ്പ് നൽകുന്നു, മഗ്ഫിറത്ത് നൽകുന്നു. അവർക്കും അല്ലാഹു തആല നരകമോചനം നിശ്ചയിക്കുന്നു. എല്ലാ ദിവസവും രാപ്പകലുകളിൽ ധാരാളം ആളുകൾക്ക് അങ്ങനെ ഇത്ഖ്, പാപമോചനം ലഭിക്കുമെന്ന് റമദാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. റബ്ബിന്റെ റഹ്മത്തുകൾ ധാരാളമായി വാനലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന മാസം കൂടിയാണ് റമദാൻ എന്നത്. നന്മകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം ഇരട്ടിയായി നൽകപ്പെടുന്ന മാസമാണ് റമദാൻ. പാപങ്ങൾ ധാരാളമായി പൊറുക്കുന്ന മാസമാണ്. വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്, നോമ്പിന്റെ മാസമാണ്, പ്രാർത്ഥനകളുടെ മാസമാണ്, ഇജാബത്തിന്റെ മാസമാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു റമദാൻ എന്നുള്ളത്. അതൊരു സീസണാണ് വിശ്വാസിക്ക് എന്നർത്ഥം. ഏതു കച്ചവടക്കാരനും ഒരു സീസൺ വരുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പോ, ആഴ്ചകൾക്ക് മുമ്പോ, മാസങ്ങൾക്ക് മുമ്പോ അതിനുവേണ്ടി ഒരുങ്ങാറുണ്ട്. തന്റെ കച്ചവടത്തിൽ ഏറ്റവും നല്ല സീസൺ അടുത്തു വരുന്നു എന്നറിയുമ്പോൾ മുമ്പേ തന്നെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി, അതിനുവേണ്ടി സ്ഥലം ബുക്ക് ചെയ്ത്, അതിനുവേണ്ട ഉൽപ്പന്നങ്ങൾ ഇറക്കി, കടം വാങ്ങിയിട്ടെങ്കിലും തൽക്കാലം പണം കണ്ടെത്തി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വെച്ച് കഠിനാധ്വാനം ചെയ്യുന്നവന് ഉറക്കം കുറയുന്നു. പിന്നെ ഭക്ഷണം പോലും ഡിസോർഡർ ആകുന്നു. ആ സീസണിലേക്ക് അടുക്കും തോറും അവൻ അതിലേക്കുള്ള ഒരുക്കങ്ങൾ മാക്സിമം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം അവനറിയാം ഈ അധ്വാനം വെറുതെയാവില്ല, ഈ സീസൺ അങ്ങ് പൂർത്തിയായി കിട്ടിയാൽ വലിയ ലാഭം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ആ അധ്വാനത്തിന് അവനുള്ള പ്രചോദനം. ഉറക്കമൊഴിവാക്കാൻ, ത്യാഗം ചെയ്യാനെല്ലാം ആ കച്ചവടക്കാരെ പ്രേരിപ്പിക്കുന്നത് ഈ അധ്വാനം എനിക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ വലിയ ലാഭമുണ്ടാക്കി തരുമെന്ന ആ ഒരു പ്രതീക്ഷയാണല്ലോ. എങ്കിൽ വിശ്വാസി പടച്ച റബ്ബുമായുള്ള കച്ചവടത്തിലാണ്, അള്ളാഹുമായി കച്ചവടം ചെയ്യുകയാണ്. ഫാത്തിറിൽ ഞാൻ ഓതി വെച്ച 29-ാമത്തെ വചനം അതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, അതേപോലെ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, നാം നൽകിയതിൽ നിന്ന് സ്വകാര്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, അവർ ആഗ്രഹിക്കുന്നത് തിജാറത്തൻ, ഒരു കച്ചവടമാണ്. ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത, നഷ്ടം വരുമെന്ന് പേടിക്കാനില്ലാത്ത, ലാഭം മാത്രമുള്ള കച്ചവടമാണ് അവരാഗ്രഹിക്കുന്നത് എന്ന് സൂറത്ത് ഫാത്തിറിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ ജീവിതത്തിൽ ഖുർആൻ ഓതലുണ്ട്, നിസ്കരിക്കാറുണ്ട്, സ്വതക്ക ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം വരാത്ത കച്ചവടമാണ്. എങ്കിൽ ആ കച്ചവടത്തിന്റെ സീസണാണ് റമദാൻ എന്നുള്ളത്. ഈ കച്ചവടങ്ങൾ ഏറ്റവും ലാഭകരമായി കണക്കില്ലാത്ത ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സീസണായി ഈ റമദാനിനെ നാം കാണണമെന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്.
മറ്റെന്തിനേക്കാളേറെ വലിയ നേട്ടമാണ് ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടുക എന്നുള്ളത്. പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ രണ്ടാളുകൾ വന്നു. അവർ രണ്ടുപേരും വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ആ രണ്ടുപേരിൽ ഒരാള് വലിയ ആവേശമുള്ള ആളായിരുന്നു. ധാരാളമായി അദ്ദേഹം നന്മകൾ ചെയ്യുമായിരുന്നു. ഏത് നന്മയിലേക്കും അദ്ദേഹം വലിയ താല്പര്യപൂർവ്വം മുന്നോട്ട് വരുമ്പോൾ എന്നാണ്. മറ്റേ ആളെക്കാൾ ഏറെ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളായിരുന്നു ഈ ഒന്നാമൻ. അങ്ങനെ യുദ്ധരംഗത്ത് അദ്ദേഹം അവസരമുണ്ടായപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തു. ആ യുദ്ധത്തിൽ അയാള് ഷഹീദാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആള് സ്വാഭാവികമായി ഒരു മരണം വരിച്ചത്. രണ്ടുപേരും മരിച്ചതിന് ശേഷം ഞാനൊരിക്കൽ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ട സ്വപ്നം. അങ്ങനെ ആ സ്വർഗത്തിൽ നിന്ന് ഒരാൾ വരികയും എന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഈ രണ്ടാളുകളിൽ നോക്കി അവസാനം മരിച്ച ആളെ സ്വർഗത്തിലേക്ക് ആദ്യം അയാൾ സ്വീകരിച്ചു കൊണ്ടുപോവുകയും പിന്നീട് ഈ ഷഹീദായി പോയ അങ്ങേയറ്റം ഇബാദത്തുകളിൽ മുഴുകിയിരുന്ന ആ മനുഷ്യനെ ഇയാൾക്ക് ശേഷം രണ്ടാമതായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഞാൻ കണ്ട സ്വപ്നം. അത് കഴിഞ്ഞ് അയാൾ എന്നോട് പറഞ്ഞു, നീ പോവുക എന്നോട് പറഞ്ഞു. ഇതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം എന്നാണ് അദ്ദേഹം പലരോടും പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതം അതേതായാലും ഉണ്ടാവില്ല. കാരണം മറ്റേ മനുഷ്യന് ഷഹീദായ ആളാണ്. അയാള് വലിയ ആവേശപൂർവ്വം നന്മകളിലേക്ക് മുന്നിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് അയാളെക്കാൾ മുമ്പ് ഇയാളെങ്ങനെ സ്വർഗത്തിൽ പോകും? ആ സ്വപ്നമൊന്നും ശരിയല്ല എന്നെല്ലാവരും അങ്ങനെ അത്ഭുതം കൂടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്ന് ഞങ്ങൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നുവെന്ന് നബിയോട് പറയുമ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചത്, മിൻ അയ്യി ദാലിക തഅജബൂൻ, ഇത് എന്താ നിങ്ങൾക്ക് അത്ഭുതമുള്ളത്? ഏത് കാര്യമാണ് അത്ഭുതമുള്ളത് എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഹാദാ കാന അശദ്ദ ഇജ്തിഹാദൻ, ഈ മനുഷ്യൻ അങ്ങേയറ്റം പരിശ്രമിച്ച ആളാണല്ലോ. മാത്രവുമല്ല സുമ്മസ്തശ്ഹദ ഫീ സബീലില്ലാഹ്, അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനുമാണ്. എന്നിട്ടും വദഖല ഹാദാ അൽ ജന്നത ഖബ്ല, എന്നിട്ടും അയാളെക്കാൾ മുമ്പ് മറ്റേ ആളാണല്ലോ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത്. ഇതാണ് അത്ഭുതം എന്ന് പറയുമ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചത്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, മറ്റാളുടെ ശേഷവും ഒരു കൊല്ലം ഇയാൾക്ക് അധികമായി ആയുസ് കിട്ടിയിട്ടില്ലേ? മാത്രവുമല്ല അയാൾ വസല്ല കദാ വകദാ സജ്ദതൻ ഫിസ്സന, ആ ഒരു കൊല്ലത്തിൽ ഇത്രയെത്ര റക്അത്തുകൾ ആ മനുഷ്യൻ നിസ്കരിച്ചിട്ടില്ലേ? അതേ നബിയെ, ഉണ്ട്. നബി ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, എങ്കിൽ വഅദ്റക റമളാൻ ഫസ്വാമഹു, ആ മനുഷ്യന് ഒരു റമളാൻ കിട്ടിയില്ലേ? ആ റമളാൻ നോമ്പ് നോറ്റില്ലേ? അത് അതുമുണ്ട്. എങ്കിൽ നബി ഞങ്ങൾ പറഞ്ഞു, എങ്കിൽ പിന്നെ ഫലമാ ബൈനഹുമാ അബ്അദു മാ ബൈനസ് സമാഇ വൽ അർദ്, എങ്കിൽ ആ രണ്ടാളുകൾക്കും ഇടയിൽ ആകാശ ഭൂമികൾക്കിടയിൽ അത്ര വിദൂരമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരാൾ ഷഹീദാവുകയാണ്, മറ്റയാൾക്ക് ലഭിച്ചത് ഒരു വർഷം അധികം കിട്ടി. ആ വർഷത്തിൽ ചെയ്യാവുന്ന ഇബാദത്തുകൾ ചെയ്തു. അതോടൊപ്പം ഒരു റമദാൻ അയാൾക്ക് ലഭിച്ചു. ആ റമദാൻ നോമ്പും നോറ്റില്ല എന്ന് നബി തങ്ങൾ പ്രത്യേകമായി എടുത്തു ചോദിക്കുകയാണ്. ഒരു റമദാൻ കിട്ടിയാൽ ഒരു വേള ഷഹീദിനേക്കാൾ ഏറെ മേൽപോട്ട് പോകാനുള്ള ഒരു അവസരമാക്കി വേണമെങ്കിൽ അതിനെ മാറ്റാൻ കഴിയുമെന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ദിവസങ്ങളാണ്, സമയങ്ങളാണ് റമദാൻ മുഴുവനും. അതിൽ തന്നെ പ്രത്യേകമായ സമയങ്ങൾ. നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട്, നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരമുണ്ട്. നോമ്പുകാരന്റെ ദുആ തള്ളപ്പെടാത്ത ദുആയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. വെള്ളിയാഴ്ച പ്രത്യേകമായ സമയമുണ്ട്, ദുആക്ക് ഇജാബത്തുള്ള സമയം അസുറിന് ശേഷം എന്നാണല്ലോ പ്രബലമായ അഭിപ്രായം. അത് വെള്ളിയും റമദാനും കൂടെ സംഗമിക്കുമ്പോൾ അത് കൂടുതൽ മഹത്വം വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി ഒട്ടനവധി നന്മകൾ നിറഞ്ഞ നന്മകളുടെ ഒരു സീസൺ. ആ സീസണിലേക്ക് പ്രവേശിക്കാൻ അൽഹംദുലില്ലാഹ് നമുക്കെല്ലാം പടച്ച റബ്ബ് മഹാഭാഗ്യമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തെ ഉപയോഗിക്കാനുള്ള തീരുമാനമാണ് നമുക്കുണ്ടാവുന്നത്. റമദാൻ നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, രണ്ടാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. നഷ്ടപ്പെടുത്താതിരിക്കാൻ ഇപ്പോൾ തന്നെ തീരുമാനവും അതിനു വേണ്ടിയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പ്ലാനും പദ്ധതികളും തയ്യാറാക്കിയില്ല എങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഇതും അങ്ങനെ നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് റമദാനുകൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ പല റമദാനുകൾ നമുക്ക് ആലോചിക്കുമ്പോൾ പോലും വല്ലാത്ത വേദനയാണ്. നോമ്പ് പോലും നോൽക്കാതെ പോയ റമദാനുകൾ ഒരുപക്ഷെ നമ്മിൽ പലർക്കും ഉണ്ടായേക്കാം. റമദാൻ മാസത്തിൽ പോലും നിസ്കരിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടായേക്കാം. റമദാനിൽ പോലും ജുമുഅക്ക് പോലും പോയിട്ടില്ലാത്ത ആളുകൾ ഈ കൂട്ടത്തിൽ പക്ഷേ
ഉണ്ടായേക്കാം. ഒരു കാലഘട്ടം അതിന് കഴിഞ്ഞു പോയവർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. പഠിച്ചപ്പോൾ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അതിന് ബോധമില്ല, അറിയില്ലായിരുന്നു. അത്ര ഗൗരവമാണ് പലപ്പോഴും ചിന്തിച്ചില്ല. വ്യത്യസ്തമായ ജോലിയുടെ ഭാഗമായി പല നാടുകൾ യാത്ര ചെയ്ത് അന്നൊക്കെ എന്ത് നോമ്പ്, എന്ത് റമദാന് എന്ന അവസ്ഥയിൽ ജീവിച്ചു പോയ കാലഘട്ടം ഒരു പക്ഷേ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. കേവലം നോമ്പിൽ മാത്രം പരിമിതമായ റമദാനുകളും നമ്മിൽ പലർക്കും ഉണ്ടാകും. നോമ്പ് കുറെ നോറ്റുന്നല്ലാതെ വേറൊന്നുമില്ല. ഒരുപാട് കാലത്തെ റമദാനുകൾ. എന്താണ് റമദാൻ എന്ന് ചോദിച്ചാൽ പകല് ഭക്ഷണം കഴിക്കൂല, രാത്രി ഏറി വന്നാൽ ജമാഅത്തായി തറാവീഹ് നിസ്കരിക്കും. അതിനപ്പുറത്ത് പിന്നെ കാര്യമായിട്ടൊന്നുമില്ലാത്ത കാലഘട്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ മാറി അൽഹംദുലില്ലാഹ് ഒരു ബോധം ലഭിച്ച സ്ഥിതിക്ക് ഈ റമദാൻ ആ നിലക്കുള്ള റമദാനായി മാറാൻ പാടില്ല എന്ന ആ കണിശതയാണ് നമുക്കുണ്ടാവേണ്ടത്. വിശുദ്ധ റമദാൻ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്നുകിൽ അനുകൂലമായി സാക്ഷി പറയും, അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി പറയുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു സാഹചര്യം ഈ റമദാൻ മറ്റു റമദാനുകളെല്ലാം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. സ്വഹാബിമാർ പലരും നബിയുടെ മുമ്പിൽ വന്ന് പല നന്മകൾക്ക് വേണ്ടി ആവശ്യപ്പെടുമ്പോഴും നബി തങ്ങൾ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ നോമ്പെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ. നോമ്പ് അത്ര വലിയ മഹത്വമുള്ളതാണ്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹു 70 ഖരീഫൻ അനിന്നാർ എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരൊറ്റ ദിവസം നോമ്പെടുത്താൽ തന്നെ 70 സംവത്സരങ്ങൾ അവന്റെ മുഖത്തെ പടച്ച റബ്ബ് നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഒരു ദിവസം നോമ്പെടുത്താൽ അത്രയേറെ മഹത്വമുള്ള ഇബാദത്താണ് നോമ്പ്. രാവിലെ സുബഹി മുതൽ മഗ്രിബ് വരെ നമ്മൾ ഇബാദത്തിലാണ്. ജോലിക്ക് പോയാലും മറ്റേത് വഴിക്ക് തിരിഞ്ഞാലും ആ സമയത്തെല്ലാം നമ്മൾ ഇബാദത്തിലാണ്, ആരാധനയിലാണ്. ഒരു ദിവസം നോമ്പെടുത്താൽ 70 സംവത്സരക്കാലം നരകത്തിൽ നിന്ന് അവന്റെ മുഖത്ത് അല്ലാഹു തആല അകറ്റുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടും. മറ്റൊരു ഹദീസിൽ കാണാം ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെയും നരകത്തിനുമിടയിൽ ഒരു ഖന്ദഖ്, ഒരു വലിയ കിടങ്ങ് അല്ലാഹു തആല ഉണ്ടാക്കും. അതിന്റെ വ്യാപ്തി മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വ്യാപ്തിയുള്ള ഒരു കിടങ്ങ് ഒറ്റ ദിവസത്തെ നോമ്പിന് പടച്ച റബ്ബ് ഒരു അടിമക്ക് അവന്റെ നരകത്തിനും ഇടയിൽ ഉണ്ടാക്കുമെന്ന് ഹദീസിൽ കാണാം. അപ്പൊ 30 ദിവസം ആത്മാർത്ഥമായി ഖലാസോടെ നോമ്പെടുത്താൽ അവൻ അത് മതി, എല്ലാം റബ്ബ് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനോട് കൂടി, പ്രതിഫലേച്ഛയോട് കൂടി, വിശ്വാസമുണ്ടായിക്കൊണ്ട്, ഇതൊക്കെ അല്ലാഹ് കൽപ്പിച്ചതാണ്, അല്ലാഹ് ഫർളാക്കിയതാണ്, ആ ഒരു ബോധ്യവും ആ പ്രതിഫലം കാണിച്ചുകൊണ്ടും. അല്ലാതെ എന്താ ചെയ്യാൻ, നോമ്പ് നോക്കാതെക്കാൻ വയ്യല്ലോ, റമദാൻ മാസല്ലേ, മുസ്ലിമായി കുടുങ്ങിയില്ലേ എന്നാണെങ്കിൽ ഈ പറയപ്പെട്ട ഓഫറൊന്നും അവനില്ല. ഈമാനം വഹ്തിസാബൻ, വിശ്വാസമുണ്ടാകണം, പ്രതിഫലം കാണിച്ചുകൊണ്ടാകണം. അങ്ങനെ നോറ്റാൽ അവന് കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടുവെന്നാണ് നോമ്പിന്റെ മഹത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ഒരു യുദ്ധത്തിന് പോകാൻ അവസരമുണ്ടായി. ആ നിബിധങ്ങൾ നിശ്ചയിച്ച, നിബിധങ്ങൾ നിയോഗിച്ച ഒരു യുദ്ധസൈന്യത്തിന് പോകാൻ അവസരമുണ്ടായപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, നബിയേ ഉദ്ഉല്ലാഹ ലി ബിശ്ശഹാദ, അല്ലാഹുവേ ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ നബിയെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എനിക്ക് ഷഹാദത്ത് കിട്ടാൻ ഞാനിതാ യുദ്ധത്തിന് പോവുകയാണ് നബി, അതുകൊണ്ട് ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബിയോട് പോയി പറയുമ്പോൾ നബി തങ്ങൾ ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. നബി തങ്ങൾ പ്രാർത്ഥിച്ച അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ നീ അവർക്ക് സുരക്ഷ നൽകണേ, നീ അവർക്ക് ഗനീമത്തുകൾ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയും, യുദ്ധം കഴിഞ്ഞു, യുദ്ധം വിജയിച്ചു, സലാമത്ത് കിട്ടി, ഗനീമത്ത് കിട്ടി. നബി തങ്ങൾ ദുആ ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞാൻ 3 പ്രാവശ്യം നബിയോട് ഈ പ്രാർത്ഥന ആവശ്യപ്പെട്ടെങ്കിലും ആ 3 തവണ നബി തങ്ങൾ ഇത് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചത്, ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നബിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ താങ്കൾക്ക് 3 പ്രാവശ്യം വന്നു. ഇനി അതൈതുക തത്റാ സലാസ മറാത്തിൻ, നബിയെ 3 തവണ ആവർത്തിച്ച് ഞാൻ താങ്കളുടെ അടുക്കൽ വന്നു. എന്നിട്ട് എനിക്ക് ഷഹാദത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നബിയെ ആ സമയത്തൊക്കെ നിങ്ങൾ ദുആ ചെയ്തത് ഷഹാദത്തിന് വേണ്ടി അല്ലായിരുന്നുവല്ലോ. ഏതാണെങ്കിലും ഫസലിംനാ, ഞങ്ങൾ സുരക്ഷിതരായി മടങ്ങി വന്നു, ഞങ്ങൾക്ക് യുദ്ധാർജിത സ്വത്ത് കിട്ടി, ഗനീമത്ത് സ്വത്ത് കിട്ടി. അതുകൊണ്ട് ഇനി ഫമുർനി ബിഅമലിൻ അദ്ഖുലു ബിഹിൽ ജന്ന, ഞാൻ ഏറെ ആഗ്രഹിച്ചത് ഷഹീദാവാനാണ്, സ്വർഗ്ഗത്ത് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് നബിയെ ഒരു അമൽ പറഞ്ഞു തരൂ. മുർനി ബിഅമലിൻ, ഒരു അമൽ പറഞ്ഞു തരൂ. അദ്ഖുലു ബിഹിൽ ജന്ന, എനിക്ക് അമൽ കൊണ്ട് സ്വർഗ്ഗത്ത് പോകാൻ പറ്റണം.
ഞാൻ സ്വർഗത്ത് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഷഹീദാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത്. അത് നിങ്ങൾ ദുആ ചെയ്തില്ല. ഞാൻ ഷഹീദായതുമില്ല. എനിക്ക് സ്വർഗം വേണം നബിയെ. ആ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റാവുന്ന ഒരു അമൽ നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത അമല് അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല. അലൈക ബിസ്സൗം, അബൂ ഉമാമ നീ നോമ്പ് നോറ്റോ. ഫഇന്നഹു ലാ മിസ്ല, അത് തുല്യമാകുന്ന മറ്റൊന്നും തന്നെ ഇല്ല. നീ നോമ്പെടുത്തോ അബൂ ഉമാമ, അത് മതി. സ്വർഗത്ത് പോവാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് നോമ്പെടുത്തതാ നല്ലത്. അതിനോട് കിടപിടിക്കുന്ന ഒരു അമലുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് റിപ്പോർട്ടർ പറയാണ്, ഫകാന അബൂ ഉമാമ ലാ യറാ ഫീ ബൈതിഹി അദ്ദുഖാനു നഹാറ. അതിനുശേഷം അബൂ ഉമാമയും കുടുംബവും പതിവായി നോമ്പെടുക്കുമായി. അവന്റെ വീട്ടിൽ പകൽ സമയത്ത് പുക കാണാറില്ല എന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. അബൂ ഉമാമയുടെ വീട്ടില് പകൽ തീ കത്തിക്കാറില്ല, കാരണം വീട്ടുകാർക്കെല്ലാം നോമ്പാണ്. വല്ല അതിഥികളും വന്നെങ്കിൽ അന്നൊരു ഭക്ഷണം ഉണ്ടാക്കുന്നല്ലാതെ അല്ലാതെ അവർ ഭക്ഷണം ഉണ്ടാക്കാറില്ല. അത്രയേറെ അവർ നോമ്പ് ജീവിതത്തിലെ ശീലമാക്കി മാറ്റിയെന്ന് അദ്ദേഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ നിഅമത്താണ് നോമ്പുകാരനാവുക എന്ന്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പകല് പട്ടിണി എടുക്കൽ മാത്രമൊന്നുമല്ല നോമ്പ് എന്നുള്ളത്. പകല് പട്ടിണി കിടന്നു എന്നത് മാത്രമല്ല, അതിനപ്പുറത്ത് വലിയ നേട്ടങ്ങൾ. ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല അമൽ നോമ്പാണ്. അതുകൊണ്ടാണ് എല്ലാ അമലിനും 10 ഇരട്ടി മിനിമം പ്രതിഫലമുണ്ട് എന്ന് ഹദീസ് പഠിപ്പിച്ചു. അവിടെ അങ്ങോട്ട് 70ഉം 700ഉം വരെയായി അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നബിതങ്ങളിൽ നിന്ന് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ അമലിനും ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി പുണ്യം, അശറത്തു അംസാൽ, 10 ഇരട്ടി പുണ്യമാണ് എല്ലാത്തിനും ഉള്ളത്. ചിലർക്ക് 70 ആകും, 700 ആകും, അതിനപ്പുറം അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഹദീസിൽ കാണാം ഇല്ല സൗം, നോമ്പൊഴികെ. നോമ്പിന് ഈ പറയപ്പെട്ട പരിമിതികളൊന്നുമില്ല, ലിമിറ്റുകളൊന്നുമില്ല. അത് റബ്ബിനാണ്, അവനാണ് പ്രതിഫലം കൊടുക്കുക. അത് എന്താ കൊടുക്കുക, എത്ര കൊടുക്കുക, അത് റബ്ബിന് മാത്രമേ അറിയൂ എന്നാണ്. ബാക്കിയൊക്കെ 10 ഇരട്ടി മുതൽ 70ഉം 700ഉം ഇരട്ടികളായി പ്രതിഫലം ലഭിക്കുമെങ്കിൽ നോമ്പിന് അതൊന്നുമല്ല. ആ നോമ്പ് ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി, അതെനിക്കുള്ളതാണ്, ഞാനാണ് പ്രതിഫലം കൊടുക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞുവെന്നാണ് നോമ്പിനെ കുറിച്ച്. എത്ര കൊടുക്കും, എത്ര കിട്ടും, അല്ലാഹു അഅലം. അത്രയേറെ റബ്ബിന് ഇഷ്ടപ്പെട്ട അമലാണ് നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കേവലം ഒരു ഭക്ഷണം ഒഴിവാക്കുക എന്നതിലേക്ക് മാത്രമായി നമ്മൾ റമദാനിനെ നമ്മൾ പരിമിതപ്പെടുത്താൻ പാടില്ല. ഇത് വലിയൊരു നിഅമത്തായി കണ്ട്, ഒരുപക്ഷെ 2 ദിവസം മുമ്പ് മരിച്ച മനുഷ്യന്മാർക്ക് വരെ കിട്ടാതെ പോയ നിഅമത്ത്, ഏറെ ആഗ്രഹിച്ചവർക്കും കിട്ടാതെ പോയ നിഅമത്ത്, ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ പോലും ഒരുപക്ഷെ അവർക്ക് ആഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരു റമദാന് കിട്ടിയെങ്കിൽ എന്ന്. ചെയ്തു വെച്ച അന്ന് ചെയ്യാൻ അവസരം കിട്ടിയ അവസരങ്ങളെ പാഴാക്കി കളഞ്ഞ ആളുകൾ ഒരവസരം കൂടി കിട്ടിയെങ്കിൽ, ഒന്ന് മടക്കപ്പെട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പഠിപ്പിച്ച കാര്യമാണല്ലോ. നമുക്ക് അല്ലാഹു തആല ആ മഹാഭാഗ്യം നൽകി. റമദാന് മാത്രമല്ല, അതിന്റെ കൂടെ എല്ലാ സൗകര്യവും, പള്ളിയുണ്ട്, ദീനു പഠിക്കാൻ സാഹചര്യമുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. പള്ളിയിൽ, എല്ലാ പള്ളിയിലും ഇന്ന് അൽഹംദുലില്ലാ നോമ്പ് തുറക്കാൻ പോലും സൗകര്യമുണ്ട്. ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. മറ്റു പലപ്പോഴും മഗ്‌രിബ് ജമാഅത്ത് കിട്ടില്ല പഴയ കാലത്തൊക്കെ. അതല്ല, ഏത് പള്ളി വന്നാലും നോമ്പ് തുറക്കാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് ജമാഅത്തുകൾ മുടങ്ങാതെ വെക്കുക. ഇഫ്താറിന് വന്നാൽ നിസ്കാരം കഴിഞ്ഞ് വേണമെങ്കിൽ ഇശാവും കഴിഞ്ഞ് തറാവീഹും കഴിഞ്ഞ് പോകാനും സൗകര്യമുണ്ട്. കുടുംബസമേതം വരാൻ സംവിധാനമുണ്ട്. നബിതങ്ങളും ഭാര്യമാരും റമദാനിൽ പള്ളികളിൽ വന്ന് കൂടാറുണ്ട് എന്ന് എത്ര ഹദീസുകളാണ് പഠിപ്പിക്കപ്പെട്ടത്. അവസാന പത്തിൽ പ്രത്യേകിച്ചും നബിതങ്ങളുടെ വഫാത്തിന് ശേഷവും നബിയുടെ ഭാര്യമാർ പള്ളികളിൽ വന്ന് ഭജനമിരുന്നുവെന്നാണ് ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നിലക്കുള്ള മാതൃകകളെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ പാപങ്ങൾ പൊറുക്കണം. ഒരുപാട് പാപങ്ങൾ നമുക്കുണ്ട്. നമ്മളെ പറ്റി ആലോചിച്ചാൽ എത്ര തിന്മകളാണ് ജീവിതത്തിൽ ചെയ്തു പോയത്. അവനാനെ പറ്റി ആലോചിച്ചവർ കഴിഞ്ഞ കാലം ഒന്ന് സ്വയം അയവിറക്കുക. പ്രായപൂർത്തിയും ബുദ്ധിയുമായ കാലം മുതൽ ഇതുവരെ കഴിഞ്ഞു പോയ 30, 40, 50, 60, 70 കൊല്ലം, ആ കൊല്ലങ്ങളെ പറ്റി ഒന്നും കണ്ട് അയവിറക്കി നോക്കി. എന്തായിരുന്നു എന്റെ കഴിഞ്ഞ ജീവിതം മുഴുവൻ? പ്രായപൂർത്തിയായ കാലം മുതൽ ഇതുവരെ കഴിഞ്ഞു പോകുന്ന എന്റെ ജീവിതകാലം എന്താണ്? എന്തെല്ലാം തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിച്ചു പോന്നവരാണ് നമ്മിൽ പലരും. ശിർക്ക് ചെയ്തു പോന്നവർ, കുഫറിന്റെ പിന്നാലെ പോയവർ, എല്ലാ ഹറാമുകളും ചെയ്തവർ, എല്ലാ തോന്നിവാസങ്ങളും പോയവർ, ഹറാമായ സമ്പാദ്യം സമ്പാദിച്ചവർ, വ്യത്യസ്ത വഴികളിൽ തിന്മകളിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ച ജീവിതമാണ് നമ്മിൽ പലർക്കും കഴിഞ്ഞ കാലത്തുള്ളത്. എത്ര വക്ത നിസ്കാരം നഷ്ടപ്പെട്ടു പോയി,
എന്നെങ്കിലും പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ച റബ്ബേ നീ പൊറുക്കണേ എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര നോമ്പുകൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. സക്കാത്ത് എത്ര കാലമായി കൊടുക്കാതെ കിടക്കുന്ന എത്ര സമ്പാദ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ടാകും. എന്തെല്ലാം ഹറാമുകൾ, തോന്നിവാസങ്ങൾ, തിന്മകൾ, പലിശ, വ്യഭിചാരം, അശ്ലീലം കാണൽ അടക്കമുള്ള എല്ലാ തിന്മകളുടെയും പിന്നാലെ ജീവിതം കഴിഞ്ഞു പോയി അവസാനം നന്നായി വന്ന് പള്ളി വന്നിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബ് കൊടുത്ത നിഅ്മത്താണ് ഇപ്പോൾ നന്നാകാൻ പറ്റിയത്. അതുകൊണ്ട് അതൊക്കെ പൊറുക്കണം. നമ്മൾ നന്നായാൽ മാത്രം പോരാ, ആ പഴയതൊക്കെ പൊറുക്കണം. നന്നായതുകൊണ്ട് മാത്രം അത് പുറത്തുകൊള്ളുന്നില്ല. പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. റമദാനിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. റബ്ബേ പൊറുക്കണേ എന്ന, അല്ലാഹുമ്മ ഗഫിർലി എന്ന, അസ്തഗ്ഫിറുല്ലാ എന്ന ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളെ വർദ്ധിപ്പിക്കാം. ഇത് മഗ്ഫിറത്തിന്റെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, വലില്ലാഹി ഉതഖാഉ, അല്ലാഹു തആല ഇതഖ ചൊല്ലും, മോചിപ്പിക്കും നരകത്തിൽ നിന്ന് എല്ലാ ദിവസവും, ഫീകുല്ലി യൗമിൻ വലൈല, എല്ലാ രാവിലും പകലിലും റമദാനിൽ റബ്ബ് ധാരാളം മനുഷ്യന്മാർക്ക് പാപമോചനം നിശ്ചയിക്കുമെന്ന്. നമ്മൾ ആ ഭാഗ്യവാന്മാരിൽ പെടണം. അതിൽ കഴിഞ്ഞ കാലത്തെ പറ്റിയുള്ള ഒരു ആലോചന, എന്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നു, എങ്ങനെ എവിടൊക്കെ പോയി, ഏതെല്ലാം നാട്ടിൽ കൂടി സഞ്ചരിച്ചു, എവിടുന്നെല്ലാം പണം ഉണ്ടാക്കി, ആരുമായെല്ലാം ഇടപെട്ടു, എത്രയെത്ര മേഖലകളിൽ ഞാനൊക്കെ വ്യാപൃതമായിട്ടുണ്ട്, അതൊക്കെ എല്ലാം സംതൃപ്തികരമാണ് എന്ന് സമാധാനിക്കാനുള്ള വകുപ്പ് നമുക്ക് ഉണ്ടോ? അതല്ല തിന്മകൾ ധാരാളം ഉണ്ട് എന്നാണോ? എങ്കിൽ ഈ ദിനരാത്രങ്ങൾ അതിനുള്ള സീസണാണ്. മഗ്ഫിറത്തിന്റെ സമയമാണ്, റഹ്മത്തിന്റെ സമയമാണ്, പാപമോചനത്തിന്റെ കാരുണ്യത്തിന്റെ അവസരമാണ്. അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അത് വലിയ നഷ്ടമായി മാറും. ആ നഷ്ടം വരാതെ ഇതിനെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും ഒക്കെ പരിശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ഉൽപ്പന്നങ്ങളും ധാരാളമായി ലഭിക്കുന്ന ഒരു വലിയ ഒരു മാർക്കറ്റ്. ആ മാർക്കറ്റിലേക്ക് പോയി ഒരുപാട് സമയം ചുറ്റിക്കറങ്ങി കണ്ടുപോകുന്ന ഒരു മനുഷ്യൻ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല എങ്കിൽ ഇതെല്ലാം കാണാമെന്നല്ലാതെ ഒന്നുപോലും അവന് നേടാൻ കഴിയുകയില്ല. പല പണ്ഡിതന്മാരും റമദാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറഞ്ഞൊരു ഉദാഹരണമാണ്, കല്ലദീ യദ്ഖുലു സൂഖ് വലാ മാല ഇൻദ. ഒരു മാർക്കറ്റിൽ പോകുന്നു, പക്ഷെ കയ്യിൽ കാശില്ല. അവിടെ എല്ലാം ഉണ്ട്, ഉണ്ടായിട്ട് എന്തു കാര്യം? എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ പണം വേണ്ടേ? ഓരോന്നും പോയി വില ചോദിക്കുമ്പോ അത് വില കൂടുതൽ പറ്റൂല, കഴിയില്ല. മറ്റൊരു ചോദിച്ചോ, അല്ല അത് കഴിയില്ല, ഇത് കഴിയില്ല, അത് കഴിയില്ല. അവസാനം കേറിയ പോലെ തന്നെ വെറും കൈയോടെ ഇറങ്ങിപ്പോരുന്ന ഭാഗ്യം കിട്ട മനുഷ്യന്മാർ. അത്തരക്കാരാവരുത് റമദാനിൽ എന്നാണ് പണ്ഡിതന്മാർ നൽകുന്ന ഉപദേശം. എല്ലാത്തിനും അവസരമുണ്ട്, പക്ഷേ ഒന്നും അവന് ഉപയോഗപ്പെടുത്താൻ, നേടിയെടുക്കാനുള്ള വഴികൾ അവന്റെ മുമ്പിലില്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യക്കേട് എന്ന് പറയുന്നത്. നിസ്കരിക്കാൻ പള്ളിയുണ്ട്, ജമാഅത്തുണ്ട്, എല്ലാ സൗകര്യവും, പോകാൻ വണ്ടിയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളില്ല, പക്ഷെ എന്തോ നമുക്കടുത്താൻ കഴിയുന്നില്ല. അതിനേക്കാൾ വലിയ നഷ്ടം വേറെന്താ ഉള്ളത്? എന്താണ് പള്ളിയിൽ പോകാൻ തടസ്സം? തടസ്സമൊന്നുമില്ല. വീട്ടിൽ വണ്ടില്ലേ? ഉണ്ട്. സുബഹിന് മുമ്പ് എഴുന്നേൽക്കുന്നില്ലേ? ഉണ്ട്. എന്നാൽ പോലും ഒന്ന് മനസ്സ് വെക്കാത്തത് കൊണ്ട് മാത്രം അത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. ഖുർആൻ ഓതാൻ എമ്പാടും സൗകര്യമുണ്ട്, മുസ്ഹഫ് ഉണ്ട്, മൊബൈൽ ഫോണിലടക്കം ഇന്ന് ഖുർആൻ നമുക്ക് ലഭ്യമാണ്. ഏത് സമയത്തും എവിടെ വെച്ചും ഓതാനുള്ള സംവിധാനമുണ്ട്. ഈ കേൾക്കാൻ സംവിധാനം, ഓതാൻ കഴിഞ്ഞെങ്കിൽ അത് ഓതിത്തരും, കേട്ടാൽ മാത്രം മതി. അർത്ഥം വേണോ, ഏത് ഭാഷ വേണോ, ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി, ആ ഭാഷയിൽ അർത്ഥം തരും.
അതും വായിച്ച് കേൾപ്പിച്ചു. മലയാളത്തിൽ പോലും അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വരെ വായിച്ച് കേൾപ്പിച്ചു തരുന്ന ആപ്പുകൾ ഇന്നുണ്ട്. യാത്രകളിൽ അത് കേട്ടാൽ ഖുർആൻ കേട്ടങ്ങനെ പോകാം, പരിഭാഷ കേട്ടുകൊണ്ട് പോകാം. എന്തെല്ലാം സംവിധാനങ്ങൾ, അത് സേവ് ചെയ്യാം, അത് പ്രിന്റ് എടുക്കാം, എല്ലാ സംവിധാനവും ഇന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും മര്യാദക്ക് ഖുർആൻ ഓതാൻ റമദാനിൽ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ പറ്റി എന്താ പറയാ? എല്ലാ സൗകര്യവും നമുക്കുണ്ട്, പക്ഷേ ഒരു മഗ്ഫിറത്ത് നേടാൻ കഴിഞ്ഞില്ല, ഒരു റഹ്മത്തും കിട്ടിയില്ല, സ്വർഗത്തിന് അവകാശിയായി മാറിയില്ല എങ്കിൽ നമ്മേക്കാൾ നട്ടക്കാർ മറ്റാരുമില്ല. നബി തങ്ങൾ മിമ്പർ കയറി 3 ആമീൻ പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, നബിയോട് ആമീൻ പറയാൻ പറഞ്ഞു, നബി തങ്ങൾ ആമീൻ പറഞ്ഞു. അതിൽ ഒന്ന്, ഒരാൾക്ക് റമദാൻ കിട്ടി, എന്നിട്ട് ആ മാസം കഴിഞ്ഞു പോകുമ്പോഴും അവന് പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല. അത്തരം ആളുകൾക്ക് റബ്ബിന്റെ ശാപമുണ്ടാവട്ടെ, തുലയട്ടെ അവൻ, നശിക്കട്ടെ അവൻ എന്ന് ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. ഖുൽ ആമീൻ, നബിയെ നിങ്ങൾ ആമീൻ പറയുക. ജിബ്രീൽ പറയുന്നു, ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. അത് വലിയ ഗൗരവമായി നമ്മൾ കാണണം. ഒരു മാസം ഒന്നാകെ സമയം കിട്ടിയിട്ടും ഒരു പാപം പൊറുപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മാസം ഒന്നാകെ കിട്ടിയിട്ടും വിശുദ്ധ ഖുർആൻ കാര്യമായി പാരായണം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു മാസം ഒന്നാകെ സമയമുണ്ടായിട്ടും മര്യാദക്ക് ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടില്ല എങ്കിൽ നമ്മേക്കാൾ നട്ടക്കാർ മറ്റാരുമില്ല. സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം റമദാനിൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നശിക്കാൻ അത് മാത്രം മതി. റമദാൻ മാസമായാലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കയറി വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും അടക്കമുള്ള സംവിധാനങ്ങളെ പിന്നാലെ പോയാൽ അതൊക്കെ സമയം കവരുന്നത് നമ്മൾ അറിയുകയില്ല. എത്ര സമയം പോയത് അറിയില്ല. അങ്ങനെ നോക്കിയിരുന്നാൽ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ പോകും. അങ്ങനെ ദീർഘമായ സമയം അതിനെ പിന്നാലെ കളഞ്ഞ് അവസാനം ഒന്നുമില്ല, ബാങ്ക് കൊടുത്ത് പോലും അറിയുന്നില്ല. ഇനി പള്ളിക്ക് പോയ ജമാഅത്ത് കിട്ടുക, നേരം വൈകി എന്ന് പറഞ്ഞാൽ ആ ജമാഅത്ത് പോലും നഷ്ടപ്പെടുന്ന ഹതഭാഗ്യവാന്മാരായി, ഭാഗ്യം കെട്ടവരായി നമ്മളേതായാലും മാറാൻ പാടില്ല. ആ നിലയ്ക്ക് തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്ക് വേണം. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എവിടൊക്കെ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ നമുക്ക് പ്ലാനുണ്ടോ അത് എങ്ങനെ ചെയ്യുമെന്ന കൃത്യമായ ഒരു ധാരണ കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒരുപാട് തിന്മയുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഹൈറായ മാസത്തിൽ പോലും സമയം പാഴാക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ, അനാവശ്യമായ ചർച്ചകൾ, ഓരോ ഗ്രൂപ്പിൽ വെറുതെ പോസ്റ്റ് ചെയ്ത് അതിന് പിന്നാലെ കൂടി അതിമ തർക്കിച്ച് അതിന് ബഹളം വെച്ച് അങ്ങനെ മണിക്കൂറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്തേ കിട്ടി വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അവനാനൊരു സഹബത്താണ് തീരാന്നല്ലാതെ, ആ പറഞ്ഞ ദേശം തീർക്കാന്നല്ലാതെ പോലെ പ്രത്യേകിച്ച് കാര്യമൊന്നുണ്ട്. അങ്ങനെ എല്ലാ ഗ്രൂപ്പും റമദാൻ മാസത്തിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നോക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. എല്ലാ ഗ്രൂപ്പിലും കയറി എല്ലാ വാർത്തയും അറിയണമെന്ന് റമദാൻ മാസത്തിലൊന്നും ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ആവശ്യമല്ല. അല്ലാത്തപ്പോഴും വേണ്ട. നമ്മുടെ സമയം പ്രധാനമാണ്, നമ്മുടെ ഓരോ മിനിറ്റും പ്രധാനമാണ്, ആയുസ് പ്രധാനമാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഖബറിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് പോകാൻ. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞുവല്ലോ, അലാ ഇന്ന ദുനിയ മുദ്ബിറ വ ഇന്നൽ ആഖിറ മുഖ്ബിറ. ദുനിയാവ് നമ്മിൽ നിന്ന് അങ്ങനെ പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഖിറമാകട്ടെ നമ്മിലേക്ക് ഇങ്ങനെ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുല്ലിൻ മിൻഹുമാ ബനൂൻ, രണ്ടിനുമുണ്ട് സന്താനങ്ങൾ. ദുനിയാവിന്റെ മക്കളുമുണ്ട്, ആഖിറത്തിന്റെ മക്കളുമുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക, ദുനിയാവിന്റെ മക്കളാവരുത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഉപദേശമാണ്. അത് നമുക്ക് എപ്പോഴും ഓർമ്മയാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ദുനിയാവ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു നിശ്ചയിക്കപ്പെട്ട ആയുസ് എത്രയാണോ അതിൽ നിന്നാണ് കൊഴിഞ്ഞു പോണത്. റബ്ബ് കണക്കാക്കിയ ആയുസ്സുണ്ട് നമുക്ക്. ആ ആയുസ്സിൽ നിന്നാണ് ഈ ഓരോ സെക്കൻഡും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്നെ ബാക്കിയേ ഉള്ളൂ. അത് ഓരോ സെക്കൻഡ് പോകുമ്പോഴും പോവുകയാണ്. എന്നാണല്ലോ മനുഷ്യ മനസ്സിന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ അതുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, ഇതാ ജീവിതം എന്നത് സെക്കൻഡുകളും മിനിറ്റുകളുമാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ടെന്നാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ആയുസ് ഇങ്ങനെ കഴിഞ്ഞ് ദുനിയാവ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആഖിറമാകട്ടെ നമ്മിലേക്ക് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആഖിറവുമായി നമ്മൾ നേരത്തുണ്ടായിരുന്ന അകലം അത് കുറഞ്ഞു. ജനിച്ചപ്പോൾ നമ്മളും ആഖിറും തമ്മിൽ പതിറ്റാണ്ടുകളുടെ അകലമുണ്ടായിരുന്നുവെങ്കിൽ ആ അകലം കുറഞ്ഞു. അതിനിങ്ങനെ പോയി 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം ഒക്കെ കഴിഞ്ഞ് ആഖിറത്തിലേക്ക് അടുക്കുന്നു. ദുനിയാവിൽ അങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നു. പോകാനുള്ളത് ആഖിറത്തിലേക്കാണ്. അറ്റമില്ലാത്ത ജീവിതം പരലോകത്താണ്. നമ്മൾ അവസാനിക്കും. ഇത് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ.
ഈ സംസാരം പോലും ഇനി അവസാനിപ്പിക്കാൻ കഴിയോ? അല്ലാഹു അഅലം. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ? അല്ലാഹു അഅലം. പറയാൻ കഴിയില്ല. ഇന്ന് നോമ്പ് തുറക്കാൻ നമ്മൾ ഉണ്ടാകുമോ? അറിയില്ല. ഇതിവിടെ അവസാനിക്കും. അവിടെ മുതൽ ആരംഭിക്കുന്ന അറ്റമില്ലാത്ത ലോകമാണ് യഥാർത്ഥ ജീവിതം. തീർച്ചയായും പാരത്രികമായ ജീവിതം അതാണ് ജീവിതം എന്നാണ് അല്ലാഹു തആല. അതാണ് ജീവിതം. കോടാനുകോടി കൊല്ലങ്ങൾ അനുഭവിച്ചാലും തീരാത്തൊരു ജീവിതം. ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ. രണ്ടാലും ഒന്ന് അനുഭവിച്ചേ പറ്റൂ, അല്ലാത്തവർ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ സ്വർഗം കിട്ടണം, നരകത്തിൽ രക്ഷപ്പെടണം. എന്തു വന്നാലും ശരി നരകത്തിലേക്ക് പോകേണ്ട ഗതികേട് ഉണ്ടായിക്കൂടാ. ഈ ശരീരം നരകത്തിൽ കിടന്ന് വെന്തെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. മനസ്സറിഞ്ഞ് റബ്ബിനോട് ചോദിക്കണം നരകമോചനം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. എപ്പോഴും വർദ്ധിപ്പിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. അവസാനത്തെ പത്തിൽ മാത്രമല്ല. പഠിച്ചോലെ, നീ അഫ്വ് നൽകുന്നവനാണ്, എനിക്ക് അഫ്വ് ഇഷ്ടമാണ്, മാപ്പ് ഇഷ്ടമാണ്, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന വല്ലാത്ത അർത്ഥവത്തായ പ്രാർത്ഥന, മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന, റബ്ബന ഗ്ഫിർ ലനാ എന്ന, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ഒന്ന് ഓർമ്മ ഉണ്ടാകുക. ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിലൊക്കെ പോകാൻ പറ്റുന്നത് പോയി ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി നിർവഹിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഖബർസ്ഥാനം ഒന്ന് പോയി സന്ദർശിക്കാൻ സമയം കണ്ടെത്തുക. ഒന്നുമല്ല, അവിടെ പോയി നിൽക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും. ഖബർസ്ഥാനം ചെന്ന് ഖബറുകൾ നോക്കി നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു ഓർമ്മയുണ്ടാകും. റബ്ബേ, ഇതൊക്കെ എനിക്കുമുണ്ടല്ലോ. ഇപ്പൊ പോണ വണ്ടിയും ഇപ്പൊ താമസിക്കുന്ന വീടും ഇപ്പോഴുള്ള ഭക്ഷണവും അതൊക്കെ അവസാനിച്ച് ഈ വീട്ടിൽ പോയി കിടക്കാനുണ്ട് എന്നൊരു ഓർമ്മയുണ്ടാവാൻ പരലോകം എന്ന ഓർമ്മയുണ്ടാക്കി തരും ഖബർ സന്ദർശിച്ചാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്ന് പോയി നോക്കുക ഖബർസ്ഥാനിലൊക്കെ, രോഗികളെ പോയി കാണുക. ഈ റമളാനിൽ പോലും നോമ്പെടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ കിടന്ന് വേദനിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഒന്ന് ചെന്ന് കാണുമ്പോഴാണ് നമ്മുടെ നിഅമത്ത് നമുക്ക് ബോധ്യമാവുക. അങ്ങനെയൊക്കെയുള്ള ഒരു വീണ്ടും വിചാരത്തിന് ഈ ഒരു സമയത്തെ നാം വിനിയോഗിക്കുക. അനിവാര്യമല്ലാത്ത അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആവശ്യമായ ഭക്ഷണം, ആവശ്യമായ വിശ്രമം, ആവശ്യമായ ഉറക്കം അതേ വേണ്ടതുള്ളൂ. ഒന്നാകെ റമദാൻ മാസം എല്ലാം കൂടി തിന്ന് അവസാനം ക്ഷീണിച്ച് കിടക്കുന്ന അവസ്ഥയ്ക്ക് അങ്ങനത്തെ ഒരു തീറ്റ അത് വേണ്ട. തീറ്റയുടെ മാസമല്ല റമദാൻ, ഭക്ഷണത്തിന്റെ മാസം. അത്യാവശ്യം കഴിക്കണം, ഭക്ഷണം വേണ്ടെന്നല്ല, പക്ഷെ ആവശ്യത്തിന് മതി ഭക്ഷണം, ആവശ്യത്തിന് മതി വിശ്രമങ്ങൾ. റമദാൻ മാസം ഫുള്ള് ഉറങ്ങിയേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. സുബഹി കഴിഞ്ഞാൽ 3-4 മണിക്കൂർ ഉറങ്ങാഞ്ഞാൽ ശരിയാവൂല എന്നുള്ള അതൊന്നും അല്ല. അങ്ങനെ ഉറങ്ങി തീർക്കേണ്ടതില്ല. അത്യാവശ്യം ഉണ്ടോ, ക്ഷീണുണ്ടോ, ഒന്ന് കിടക്കാം. അത് കഴിഞ്ഞോ നമുക്ക് എണീക്കാം. ബാക്കി സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓരോ മിനിറ്റിനെയും എനിക്കെങ്ങനെ ലാഭകരമാക്കി മാറ്റാം എന്ന ചിന്തയുണ്ടാവുകയും വ്യത്യസ്തമായ നന്മകൾ കൊണ്ട് സമ്പന്നമാക്കി ഈ സീസൺ മാക്സിമം ലാഭമുണ്ടാക്കുന്ന ഒരു കച്ചവടക്കാരായി നമ്മൾ മാറുക. ഇതൊരു സീസണാണ്. തിജാറത്തല്ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം, അള്ളാഹുമായുള്ള കച്ചവടം. നമ്മുടെ സമ്പത്ത് അള്ളാഹ് കൊടുക്കുകയാണ്, നമ്മുടെ ശരീരം അള്ളാഹുവിന് കൊടുക്കുകയാണ്, നമ്മുടെ ഇച്ഛകളെ പടച്ച റബ്ബിന് സമർപ്പിക്കുകയാണ്. പകരം റബ്ബ് തരാമെന്ന് ഏറ്റത് സ്വർഗമാണ്. ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീൻ, അള്ളാഹു തആല വിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നതാണ് അവരുടെ സമ്പത്തും ശരീരവും. ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം നൽകാമെന്ന വാഗ്ദാനത്തിൽ. ഈ കച്ചവടത്തിന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് സ്വർഗമാണ്, അങ്ങോട്ട് നൽകുന്നത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ സമയമാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ എനർജിയാണ്. നമ്മുടെ റബ്ബ് തന്ന വിഭവങ്ങളെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്ത് പകരം സ്വർഗം വാങ്ങുകയാണ്. ഇത് റബ്ബുമായുള്ള കച്ചവടമാണ്. അതാണ് തിജാറത്തല്ലൻ തബൂർ, നഷ്ടം വരാത്ത കച്ചവടം. മറ്റേത് കച്ചവടത്തിലും നഷ്ടം വന്നേക്കാം. ഇന്ന് ലാഭമാണെങ്കിൽ നാളെ നഷ്ടമാകും. ഈ കച്ചവടത്തിൽ നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. അതിനെ പറ്റിയ സീസൺ കിട്ടിയിട്ടും 1 മാസം ഒന്നാകെ നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ ഉണ്ടായിട്ടും ഒരു ലാഭം ഉണ്ടായില്ല, ഒന്നും നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരാലും ചോദിക്കുന്നത് എന്ത് കച്ചവടക്കാരാണോ ഇത്ര വലിയ ഒരു സീസണിന് മുമ്പിൽ വന്നിട്ട് ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കച്ചവടക്കാരാണ് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ചോദിക്കൂലേ? എങ്കിൽ ആഖിറത്തിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മളെപ്പറ്റി വിലയിരുത്തുക. പരലോകം നേടണം, സ്വർഗം നേടണം, നരകം സഹിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. സർവോപരി വിശ്വാസം ക്ലിയറാക്കുക. ശിർക്ക് വന്നാൽ ഇതെല്ലാം ബാത്തിലായി. ഈ നിസ്കാരം നോമ്പും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു ശിർക്ക് ചെയ്താൽ, റബ്ബല്ലാത്തോട് പ്രാർത്ഥിച്ചാൽ, ഒരു ഖബറിനെ പോയി, ഒരു ദർഗയിൽ പോയി, ഒരു മഹാനോട് ഒരു പടപ്പിനോട് ദുആ ചെയ്താൽ, ഒരു സഹായം അർത്ഥിച്ചാൽ, ഒരു നേർച്ച നേർന്നാൽ, അവർക്ക് വേണ്ടി ഏതെങ്കിലും ഇബാദത്ത് സമർപ്പിച്ചാൽ അതോടുകൂടി എല്ലാം ബാത്തിലായി പോയി. ഈ എല്ലാ ത്യാഗങ്ങളും എല്ലാ പരിശ്രമങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ അത് മതിയാകും. അതിലും ഇഷ്ടം പോലെ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊക്കെ മുക്തമായി, അതിനൊക്കെ ബോധമുണ്ടായി, തിരിച്ചറിവുണ്ടായി നന്മയുടെ വഴിയെ സഞ്ചരിക്കാൻ
പരിശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من النار يا أرحم الراحمين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.